നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളത്തെ ദിവസം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരാനായി പോവുകയാണ്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറെ നാളുകളായി കാത്തിരുന്ന ആ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ ഓരോരുത്തരും പല സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് മാറ്റങ്ങൾ വരാത്തത്. അയലത്തുള്ള വീടുകളിലെല്ലാം എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം വരുന്നില്ല, ഭാഗ്യം വരുന്നില്ല എന്ന്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ഭാഗ്യ സമയമാണോ ഇപ്പോൾ ഉള്ളത് എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാധാരണ സമയം അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. അസാധാരണമായ ഒരു സമയവും നിമിഷവുമാണ്. സാധാരണ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളാണല്ലോ കൂടുതൽ വരുന്നത്. എന്നാൽ ഇവിടെ ആ പ്രയാസങ്ങൾ നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അവസരങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ നക്ഷത്രവും ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. അതിനായി അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നാളെ നമുക്കറിയാം, മനസ്സിന്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ചന്ദ്രനാണ്. അങ്ങനെയുള്ള ചന്ദ്രന്റെ സ്ഥാനവും ചില മാറ്റങ്ങളുമാണ് ഇവിടെ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വരുന്നത്. ഓരോ ദിവസങ്ങളും ഓരോ ഗ്രഹങ്ങളാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ ഗ്രഹത്തിന്റെ ആനുകൂല്യം ഉണ്ടാവും. അതായത് നാളത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നാളത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ, പ്രഭാതമായി കഴിയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. രാത്രി കിടക്കാൻ നേരത്ത് വന്നിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, ചെയ്യാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ ദിവസത്തെയും ഭരിക്കുന്നത് അല്ലെങ്കിൽ ആ നയിക്കുന്നത് നമ്മൾ മനുഷ്യരല്ല, ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക. അല്ലാതെ സ്വയം പഴിക്കുകയോ കുറ്റം പറയുകയോ പരിതപിച്ച് കരയുകയോ ചെയ്യുന്നതിലല്ല അർത്ഥം. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ നയിക്കുന്നത് ചന്ദ്രൻ എന്ന ഗ്രഹത്തിന്റെ സ്വാധീനമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തെ ഒരു സാധാരണ ദിവസമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പഴയ പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു അവസാന ഘട്ടം എന്ന രീതിയിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ മുന്നേ ഉള്ള സമയങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്, ഒരു പരിഹാരവും ഇല്ലാത്തതുപോലെ. പക്ഷെ നാളത്തെ ദിവസം അതിന് വരെ പരിഹാരം കണ്ടെത്താനായി സാധിക്കും. പുതിയ ചില അവസരങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ചില പ്രധാന ആളുകളെ കാണാൻ സാധിക്കുകയും അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. കൂടാതെ ദൈവാനുഗ്രഹം ധാരാളം വന്നു ചേരുന്ന ഒരു ഘട്ടം കൂടിയാണ് നാളത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഭാഗ്യം വളരെയധികം കൂടുതലായിരിക്കും. ഉറപ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ നാളത്തെ ദിവസം ഈ നക്ഷത്രത്തിൽ പെടുന്ന ആളാണെങ്കിൽ നാളെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കമന്റ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാകും. നിങ്ങൾ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് തന്നെ ഇവിടെ പറയാം. നാളെ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ ചില തുടക്കങ്ങൾ ഉണ്ടാകും. അതായത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും ഒരു പ്രധാന കാര്യം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ തീർച്ചയായും നടന്നിരിക്കും. കമന്റ് ബോക്സ് ഓപ്പൺ ആണ്, കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ ജോലി, ബിസിനസ്, ധനം എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മെച്ചങ്ങൾ നാളത്തെ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് ഉറപ്പ്. ഇനി രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ നാളെ സാധ്യത കൂടുതലാണ്. നാളത്തെ ദിവസം ചില കാര്യങ്ങൾ നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുമോ നടക്കില്ലേ എന്ന ടെൻഷനിൽ കൂടാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ചന്ദ്രന്റെ ആനുകൂല്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നടക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഒരു വലിയ അവസരം നാളത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നു. ചിലപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം, ചിലപ്പോൾ പ്രണയിക്കുന്ന ആൾ ചിലപ്പോൾ യെസ് പറയാനുള്ള സാധ്യതയാകാം. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി മൂന്നാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ നാളത്തെ ദിവസം എന്തെങ്കിലും ഒരു സന്തോഷ വർത്തമാനം നടക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. ധനലാഭം ഉണ്ടാകും. ചെറിയൊരു ലോട്ടറിയിൽ ഭാഗ്യമൊക്കെ, ഒരുപാടൊന്നും അല്ല, ഒരു 500 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ തൽക്കാലം തൃപ്തരാകാൻ ശ്രമിക്കുക. ഒരുപാട് കോടിയൊന്നും അടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റം പറയാനല്ല നിൽക്കുന്നത്. ഭാഗ്യദേവത അത്രയെങ്കിലും നമുക്ക് തന്നല്ലോ എന്നൊരു കൃതജ്ഞതയാണ് കാണിക്കേണ്ടത്. അപ്രതീക്ഷിതമായ ഒരു ശുഭവാർത്ത ശ്രവിക്കാൻ, പ്രത്യേകിച്ച് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത ശുഭകരമായി നിങ്ങളെ നാളെ തേടിയെത്തും. ഇനി അടുത്ത നാലാമത്തെ നക്ഷത്രം രോഹിണിയാണ്. രാജയോഗ സമമായ ഒരു ദിവസമാണ് നാളെ. അപ്പോൾ നാളെ നല്ല ഭക്ഷണം കഴിക്കാൻ യോഗമുണ്ടാകും. നാളെ മനസ്സിൽ ഇണങ്ങിയ ഒരു വസ്ത്രം ടെക്സ്റ്റൈൽ ഷോപ്പിൽ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനുള്ള ഒരു പണം നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും വന്നു ചേരുന്നതാണ്. മാന്യമായ ചില അവസരങ്ങൾ, ജോലിക്കുള്ള അവസരങ്ങൾ വരെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. ഇനി അഞ്ചാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് മകയിരമാണ്.
ഒരു ചെറിയ മാറ്റം വന്നു ചേരുന്ന ദിവസമാണ്. കാരണം ഒരുപാട് പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ്. എവിടെ തൊട്ടാലും പ്രശ്നം, എവിടെ തൊട്ടാലും മുന്നോട്ട് പോകാൻ പറ്റാതെ കാലിൽ ചുറ്റി കിടക്കുന്നത് പോലെ ഒരു വള്ളി കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിയാണോ എങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നാളത്തെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ അകലുമെന്നല്ല, ചെറിയ തോതിൽ ഒരു മാറ്റം, ഒരു പ്രത്യാശ, അതായത് ഒരു തിരിവെട്ടം നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരും. ഇനി 6ാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. ദൈവാനുഗ്രഹം കൂടുതലായിട്ടുള്ള ഒരു ദിവസമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. നാളത്തെ ദിവസം എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ആ എക്സാം നിങ്ങൾക്ക് ഇന്നിപ്പോൾ ചിന്തിച്ചാലും അയ്യോ എനിക്കത് എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ പ്രയാസപ്പെട്ടാൽ പോലും നാളത്തെ ദിവസം പൂർണ്ണമായി എഴുതാനും നല്ല മാർക്ക്, നല്ല സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം കൂടി നാളത്തെ ദിവസം നടത്താമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി 7ാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് പുണർദമാണ്. എന്തോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കയ്യിൽ നിന്ന്. പണമാകാം, അല്ലെങ്കിൽ ചില ബന്ധങ്ങളാകാം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അത് പെട്ടെന്ന് കയ്യിൽ തിരിച്ചെത്തുമെന്നല്ല, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ സന്തോഷിക്കാൻ വകയൊക്കെ വന്നു ചേരും. ധനപരമായ കാര്യത്തിലും ചില സന്തോഷങ്ങൾ, അതായത് ഉദാഹരണത്തിന് കയ്യിൽ പണം ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും തുണിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു 10-100 രൂപ കയ്യിലേക്ക് കിട്ടുന്നു. അത് സന്തോഷമല്ലേ. ഒന്നും ഇല്ലാതിരുന്നപ്പോൾ 100 രൂപയെങ്കിലും ദൈവം നമുക്ക് തന്നില്ലേ, അങ്ങനെ ഓർത്ത് കൃതജ്ഞത വേണം. അപ്പോൾ നാളെ അങ്ങനെ അടുത്തത് പൂയ നക്ഷത്രമാണ്. എന്ത് നാളെ ചെയ്താലും വിജയമായിരിക്കും. അതുകൊണ്ട് നാളത്തെ ദിവസം പൂയ നക്ഷത്രക്കാർ ഒന്നിനെയും ഓർത്ത് ഭയപ്പെടേണ്ട ഒരു ശക്തമായ ഭാഗ്യ ദിവസം എന്ന് പറയാം. അതുകൊണ്ട് മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചോളൂ. നാളത്തെ ദിവസം അത് ഭഗവാൻ നടത്തി തരും. ഇനി 9ാമതൊരു നക്ഷത്രം ആയില്യമാണ്. ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നാളത്തെ ദിവസം എന്തെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പ്രശ്നങ്ങളാണോ ഒക്കെ ചിന്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിഷമിക്കാനുള്ള ഒരു കാര്യവും നാളത്തെ ദിവസം ഉണ്ടാവുകയില്ല, ഉറപ്പ് തരുന്നു. സമാധാന ദിവസമാണ്. കുടുംബസുഖം, സന്തോഷം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഇവിടെ ഞാനപ്പോൾ 9 നക്ഷത്രക്കാരെ കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ നക്ഷത്രക്കാര് നാളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭാഗ്യങ്ങൾ വരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ഒരു മുൻകരുതൽ എടുക്കേണ്ടത് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് അനാവശ്യ തർക്കങ്ങളിൽ പോകാതിരിക്കുക. തർക്കങ്ങളിൽ പെട്ട് പ്രശ്നങ്ങൾ, നെഗറ്റീവ് എനർജി ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോസിറ്റിവിറ്റി വരാൻ തടസ്സമാകും. എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അനാവശ്യ തർക്കങ്ങളിൽ നാളെ പോകാതിരിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ അയ്യോ കടക്കാർ വിളിക്കുമോ, അല്ലെങ്കിൽ ജോലിയില്ല, അങ്ങനെയുള്ള വിഷമങ്ങൾ ചിന്തിക്കാതെ കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ദേവനെ മാത്രം ഒരു 5 നിമിഷം, ഒരു 5 മിനിറ്റ് മനസ്സിൽ ഒന്ന് സ്മരിച്ചിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ. പക്ഷെ ആ എഴുന്നേൽക്കുന്ന നേരത്തുള്ള ചിന്തനമായിരിക്കും അന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ എന്ന് ദൈവം തീരുമാനിക്കുന്നതിന് കാരണമാകുന്നത്. ഇനി അടുത്തത്, നാളത്തെ ദിവസം എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യാൻ ശ്രമിക്കുക. അത് മനുഷ്യർക്ക് തന്നെ വേണമെന്നില്ല, പക്ഷി മൃഗാദികൾക്കായാലും മതി. ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം കഴിക്കുമ്പോൾ ഒരു ഉരുള ചോറെടുത്ത് നിങ്ങൾ കഴിച്ച് എച്ചിലല്ല, അത് കഴിക്കുന്നതിന് മുൻപേ എടുത്തൊന്ന് ഉരുട്ടി കാക്കയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതോ, അല്ലെങ്കിൽ അടുത്ത കരിയില കിളികൾ ഒരുപാട് ഇപ്പോൾ വീടുകളിൽ വരാറുണ്ട്, അപ്പോൾ ആ കരിയില കിളികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏത് പക്ഷി മൃഗാദികൾക്കും കൊടുത്തുകൊള്ളൂ. ഉത്തമമായ നേട്ടമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കൂടാതെ നാളത്തെ ദിവസം എന്തെങ്കിലും പ്രധാന കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്നെ മാതാപിതാക്കളെ പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങി, അല്ലെങ്കിൽ അവർക്ക് സന്തോഷത്തിന് അല്പം മധുരം അവരുടെ വായിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഒരു 10 രൂപ വെച്ച് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതും ഉത്തമമാണ്. ഇനി നാളെ രാവിലെ ഒരു ചെറിയ മന്ത്രം കൂടി ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അതൊന്ന് ജപിക്കാൻ സാധിക്കുന്നവരെല്ലാവരും ജപിക്കത്തില്ല, എങ്കിൽ പോലും കഴിയുന്നവർക്ക് അതൊന്ന് ജപിച്ചാൽ നല്ലതായിരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നത് 108 ഉരു ജപിക്കുക, അല്ലെങ്കിൽ 21 ഉരു ജപിക്കുക, അല്ലെങ്കിൽ ഒരു 3 ഉരുവെങ്കിലും കുറഞ്ഞതൊന്ന് ജപിക്കാൻ ശ്രമിക്കുക. അത് പറ്റുന്നില്ല, അത് വലിയ മന്ത്രമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്നതായാലും മതി. 3 ഉരു, അല്ലെങ്കിൽ 21, അല്ലെങ്കിൽ 108. 1008 ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഈ 3 ഉരുവെങ്കിലും പോലും ചിലരെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പോൾ ഒരു 3 പ്രാവശ്യം കട്ടിലിരുന്ന് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ കുളിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ജപിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാന്റെ ഒരു കാരുണ്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട. കുറഞ്ഞത് ഒരു 21 പ്രാവശ്യം ജപിക്കാനാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഒരു ദീപം നിങ്ങളുടെ കൈകൊണ്ട് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അത് പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാനേ സാധിക്കും, ദീപം തെളിയിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ എന്നാണ് നിങ്ങളുടെ ലെവലെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, മന്ത്രമെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രകാശം ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടോ എന്നത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ നാളത്തെ ദിവസം നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുന്നത് കാണാനൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നാളത്തെ ദിവസം അതിനായിട്ടെങ്കിലും നിങ്ങൾ ഈ പരിഹാരങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒരു പൂർണ്ണ ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുമല്ലോ, അതിനൊരു ആഗ്രഹമുണ്ട്.
അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ പൂർണ്ണമായി ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രവചനങ്ങൾ ഏതെങ്കിലും നക്ഷത്രക്കാർക്ക് ഒരാൾക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഏവർക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.